എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ LBS പാരാമെഡിക്കൽ ഡിപ്ലോമ കോഴ്സുകളായിട്ടുള്ള DPharm, DHI, DMLT ഇതുപോലുള്ള വിവിധ ഡിപ്ലോമ കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിൻ്റെ ഭാഗമായിട്ട് വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റിനായിട്ട് ഓപ്ഷൻ നൽകുകയും അലോട്ട്മെൻറ്റ് ലഭിച്ച ശേഷം കോളേജിൽ ജോയിൻ ചെയ്യാതിരിക്കുകയോ അല്ലെന്നല്ലെങ്കിൽ ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്ത ശേഷം പിന്നീട് കോളേജിൽ ജോയിൻ ചെയ്ത് പിന്നീട് നിങ്ങൾക്ക് ആ ഒരു കോളേജിൽ നിന്നും നിങ്ങളുടെ അഡ്മിഷൻ ക്യാൻസൽ ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ LBS വഴി അടച്ചിട്ടുണ്ടായിരുന്ന ടോക്കൺ ഫീ പേയ്മെൻറ്റ് നിങ്ങൾക്ക് റീഫണ്ടായിട്ട് തിരികെ ലഭിക്കുന്നതിലേക്കായിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ അപേക്ഷ സമർപ്പിക്കാം. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് LBSൻ്റെ ഡിപ്ലോമ വെബ്സൈറ്റിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ ഒരു നിർദ്ദേശങ്ങൾ വന്നിട്ടുണ്ട്. അതായത് കാൻഡിഡേറ്റ് ഹു ആർ എലിജിബിൾ ഫോർ എ റീഫണ്ട് ഓഫ് ദ ടോക്കൺ ഫീ can apply through their home page on the LBS സെൻറ്റർ വെബ്സൈറ്റ്. അതായത് LBS സെൻറ്ററിൽ നിങ്ങൾ അടച്ചിട്ടുള്ള ടോക്കൺ ഫീസ് റീഫണ്ടിനായിട്ട് അർഹരായിട്ടുള്ള അപേക്ഷകർക്ക് അവരവരുടെ ഹോം പേജ് വഴി അപേക്ഷ സമർപ്പിക്കാം. അതുപോലെ തന്നെ നിങ്ങൾ എക്സ്ട്രാ ആയിട്ട് എന്തെങ്കിലും പൈസ നിങ്ങൾ എക്സ്ട്രാ ആയിട്ട് അടച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു പൈസ കൂടി നിങ്ങൾക്ക് റീഫണ്ടിനായിട്ടുള്ള ആ ഒരു റിക്വസ്റ്റ് വഴി നിങ്ങൾക്ക് തിരികെ ലഭിച്ചേക്കും. അതായത് നിങ്ങൾക്കിപ്പോൾ ഒരു ഉദാഹരണത്തിന് ആദ്യം നിങ്ങൾക്ക് സെൽഫ് ഫിനാൻസിലാണ് കിട്ടിയിട്ടുള്ളതെങ്കിൽ നിങ്ങൾ ഏതായാലും ഒരു 10,000-ഓളം രൂപ അടച്ചിട്ടുണ്ടാവും. അതേസമയം നിങ്ങൾക്ക് പിന്നീട് നിങ്ങൾക്ക് DPharmന് നിങ്ങൾക്ക് ഗവൺമെൻറ് കോളേജിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ഒരു 6,500-ഓളം രൂപ മാത്രമാണ് ഫീസ് ഇനത്തിൽ വരുന്നത്. അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഏകദേശം 3,500-ഓളം രൂപ നിങ്ങൾക്ക് തിരികെ റീഫണ്ട് ഇനത്തിൽ കിട്ടും. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ഈ ഒരു രീതി നിങ്ങൾക്ക് ആദ്യം സെൽഫ് ഫിനാൻസിൽ കിട്ടി പിന്നീട് നിങ്ങൾക്ക് ഗവൺമെൻറ് കോളേജിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച ശേഷം നിങ്ങൾക്ക് ആ ഒരു രീതിയിൽ നിങ്ങൾ എക്സ്ട്രാ ആയിട്ട് ആ ഒരു അടച്ച പൈസയിൽ എക്സ്ട്രാ ഉണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് എക്സസ് ഫീ റീഫണ്ട് എന്നുള്ള രീതിയിൽ നിങ്ങൾക്കത് റീഫണ്ടിനായിട്ടുള്ള അർഹതയുണ്ടാവും. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ആർക്കൊക്കെയാണോ റീഫണ്ടിന് അർഹതയുള്ളത് അതിനനുസരിച്ച് നിങ്ങൾക്ക് ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഒരു റീഫണ്ടിനായിട്ടുള്ള അപേക്ഷ സമർപ്പിക്കാം. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ടോക്കൺ ഫീസ് റീഫണ്ടിനായിട്ടുള്ള അപേക്ഷ സമർപ്പിക്കുക എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ആദ്യം തന്നെ വിദ്യാർത്ഥികൾ LBS വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് സൈഡിലുള്ള 3 ലൈൻസിൽ ക്ലിക്ക് ചെയ്ത് ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് പേജിലേക്ക് പോകുന്നതാണ്. അപ്പോൾ താഴോട്ടേക്ക് നിങ്ങൾ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് യുവർ അലോട്ട്മെൻറ്റ്സ് എന്നുള്ള ഭാഗത്ത് ആ ഒരു നിങ്ങൾക്ക് എവിടെയാണോ കിട്ടിയിട്ടുള്ളത് എന്നുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ആ ഒരു യുവർ അലോട്ട്മെൻറ്റ്സ് എന്നുള്ള ഭാഗത്ത് ആ ഒരു ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയുള്ള ഭാഗത്ത് നിങ്ങൾ അത് ജസ്റ്റ് ഒന്ന് സൈഡിലോട്ടൊന്ന് സ്ക്രോൾ ചെയ്യുക. സ്ക്രോൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവിടെ റീഫണ്ട് റിക്വസ്റ്റ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അതായത് ഇതുപോലെ ഒരു പച്ച ബട്ടൺ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് റീഫണ്ടിനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഒന്നുകിൽ നിങ്ങളുടെ സേവിങ് അക്കൗണ്ടാണ് നൽകേണ്ടത്, അതല്ലെങ്കിൽ നിങ്ങളുടെ പാരൻസിൻ്റേതായാലും പ്രോബ്ലം ഇല്ല, അതിലേക്കാണ് റീഫണ്ടിനായിട്ടുള്ള ആ ഒരു റിക്വസ്റ്റ് നൽകിയാൽ അതിലേക്കാണ് പൈസ വരിക. നിങ്ങൾ സേവിങ് അക്കൗണ്ട് മാത്രമേ നൽകാൻ പാടുള്ളൂ. അതായത് സീറോ ബാലൻസോ അല്ലെങ്കിൽ കറണ്ട് അക്കൗണ്ടോ അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും അതായത് NRI ഇതുപോലുള്ള വിവിധ വിഭാഗങ്ങളിലായിട്ടുള്ള അക്കൗണ്ടുകളുണ്ട്. അപ്പോൾ ആ ഒരു അക്കൗണ്ടുകളൊന്നും നൽകാൻ പാടില്ല. നിങ്ങളുടെ സേവിങ് ബാങ്ക് അക്കൗണ്ടാണ് നൽകേണ്ടത്. ആ സേവിങ് ബാങ്ക് അക്കൗണ്ട് നൽകാനായിട്ട് പറയുന്നത് കാരണം മറ്റേ അക്കൗണ്ടിൽ ഈ ഒരു പൈസ വരാൻ ചില സമയത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവാറുണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് വിദ്യാർത്ഥികൾ സേവിങ് ബാങ്ക് അക്കൗണ്ട് നൽകണം എന്ന് പറയുന്നത്. ഒന്നുകിൽ നിങ്ങളുടെയോ അല്ലെങ്കിൽ നിങ്ങളുടെ പാരൻസിൻ്റെയോ ആ ഒരു അക്കൗണ്ട് ഡീറ്റെയിൽസ് കൊടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു ആപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ സബ്മിറ്റ് ചെയ്യും മുമ്പായിട്ട് നിങ്ങളുടെ ആപ്ലിക്കേഷനിൽ നൽകിയിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ കൃത്യമാണ് എന്നുള്ളത് നിങ്ങൾ പ്രത്യേകം ഉറപ്പുവരുത്തേണ്ടതാണ്. അതിനുശേഷം മാത്രമേ ഈ ഒരു ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ പാടുള്ളൂ. കാരണം പല വിദ്യാർത്ഥികളും മുൻപ് LBSൻ്റെ പാരാമെഡിക്കൽ ഡിഗ്രി അലോട്ട്മെൻറ്റിലെ റീഫണ്ട് റിക്വസ്റ്റ് നൽകിയ സമയത്ത് IFSC കോഡ് തെറ്റിപ്പോയി, അതല്ലെങ്കിൽ അവരുടെ ആ ഒരു അക്കൗണ്ട് ഹോൾഡർ നെയിം തെറ്റിപ്പോയി, അല്ലെങ്കിൽ അക്കൗണ്ട് നമ്പർ തെറ്റിപ്പോയി എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് എഡിറ്റ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാകുന്നതല്ല. അതുകൊണ്ട് തന്നെ സബ്മിറ്റ് ചെയ്യും മുമ്പായിട്ട് ഡീറ്റെയിൽസ് ഒക്കെ കൃത്യമാണ് എന്നുള്ളത്, തെറ്റിപ്പോയിട്ടില്ല എന്നുള്ളത് ഒരു 2 പ്രാവശ്യമെങ്കിലും പരിശോധിച്ച് ആ ഒരു കൃത്യമായിട്ട് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പാക്കേണ്ടതാണ്. അപ്പോൾ നിങ്ങൾ നൽകേണ്ടത് ആ ഒരു പേജിൽ റീഫണ്ട് റിക്വസ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ചോദിക്കും. നിങ്ങളുടെ പേര്, അതുപോലെ തന്നെ നിങ്ങളുടെ മറ്റ് ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസിനായിട്ട് നിങ്ങൾ ബാങ്ക് അക്കൗണ്ടിൻ്റെ ആ ഒരു പാസ്ബുക്കിൻ്റെ ഫ്രണ്ട് പേജ് ഉണ്ടാവും. ഫ്രണ്ട് പേജിൽ നിങ്ങളുടെ പേര്, അതുപോലെ തന്നെ അഡ്രസ്സ്, അതുപോലെ തന്നെ ബാങ്കിൻ്റെ IFSC കോഡ്, അതുപോലെ തന്നെ ബാങ്ക് അക്കൗണ്ട് നമ്പർ, അക്കൗണ്ട് ഹോൾഡർ നെയിം, ഇതുപോലെ വിവിധ ഡീറ്റെയിൽസുകൾ ബാങ്ക് അക്കൗണ്ടിൻ്റെ പാസ്ബുക്കിൻ്റെ ഫ്രണ്ട് പേജിൽ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അത് നിങ്ങൾ ഒരു സ്കാൻ ചെയ്തിട്ടോ അതല്ലെങ്കിൽ അത് കൃത്യമായിട്ട് നിങ്ങളുടെ ഫോണിൽ കൃത്യമായിട്ട് ഫോട്ടോ എടുത്തിട്ട് ഒരു PDF രൂപത്തിലാക്കിയിട്ടോ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ആ ഒരു നൽകുന്ന ഡീറ്റെയിൽസൊക്കെ കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ആ ഒരു PDF രൂപത്തിലായിരിക്കണം നിങ്ങൾ തയ്യാറാക്കേണ്ടത്. അതുപോലെ തന്നെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഹോൾഡർ നെയിം, അതുപോലെ തന്നെ അത് നിങ്ങൾ ആരുടെ സെയിം ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസാണ് കൊടുക്കുന്നത് അവരുടെ ആ ഒരു ബാങ്ക് അക്കൗണ്ട് അവരുടെ ഹോൾഡർ നെയിം എന്നുള്ള ഭാഗത്ത് അവരുടെ പേര് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അത് കൃത്യമായിട്ട് നോക്കിയിട്ട് കൃത്യമായിട്ട് കൊടുക്കുക. അതുപോലെ തന്നെ അക്കൗണ്ട് നമ്പർ ഇതും തെറ്റിപ്പോവരുത്. അതുപോലെ തന്നെ IFSC കോഡ്, അപ്പോൾ ഇതും തെറ്റിപ്പോയത് കാരണം പല വിദ്യാർത്ഥികളും IFSC കോഡ് തെറ്റിപ്പോയിട്ടുണ്ട് എന്നൊക്കെ പറയാറുണ്ട്.
അപ്പോൾ അതുകൊണ്ട് തന്നെ നൽകുന്ന ഡീറ്റെയിൽസ് ഒന്നും തെറ്റിയിട്ടില്ല എന്നുള്ളത് ഒരു 2 പ്രാവശ്യമെങ്കിലും കൃത്യമായിട്ട് പരിശോധിച്ച് ഉറപ്പുവരുത്തുക. അപ്പോൾ ഇങ്ങനെ ഇത്തരം ഡീറ്റെയിൽസ് ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തതിന് ശേഷം നിങ്ങൾ ഈ ഒരു ബാങ്ക് അക്കൗണ്ടിൻ്റെ പാസ്ബുക്കിൻ്റെ ആ ഒരു ഫ്രണ്ട് പേജിൻ്റെ, അത് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് കൃത്യമായിട്ടുള്ള, നിങ്ങളുടെ ഡീറ്റെയിൽസ് കൃത്യമായിട്ടുള്ള നൽകിയിട്ടുള്ള ആ ഒരു ഫ്രണ്ട് പേജിൻ്റെ ആ ഒരു സ്കാൻ ചെയ്തിട്ടോ അതല്ലെങ്കിൽ കൃത്യമായിട്ട് നിങ്ങളുടെ ഫോണിൽ ഫോട്ടോ എടുത്തൊരു PDF രൂപത്തിലാക്കിയിട്ടോ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. അപ്ലോഡ് ചെയ്യുന്നതിന് മുമ്പായിട്ട് കൃത്യമായിട്ട് ആ ഒരു PDF കൃത്യമായിട്ട് അത് വായിച്ച് നോക്കാനായിട്ട്, അതായത് ആ ഒരു ഫോട്ടോയിൽ നൽകിയിട്ടുള്ള ഡീറ്റെയിൽസ് കൃത്യമായിട്ട് വായിക്കാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് ഉറപ്പുവരുത്തുക. ഇങ്ങനെ നൽകുന്ന ഡീറ്റെയിൽസ് ഒക്കെ കൃത്യമാണ് എന്നുള്ളത് ഉറപ്പുവരുത്തിയ ശേഷം പിന്നീട് നിങ്ങൾക്ക് അതിൽ റീസൺ നൽകാനുണ്ടാകും. അതായത് എന്താണ് റീഫണ്ടിനായിട്ട് റിക്വസ്റ്റ് നൽകാനുള്ള റീസൺ എന്ന് പറയുന്നത്, ഒന്ന് ക്യാൻസലേഷൻ ആയിരിക്കും, അഡ്മിഷൻ ക്യാൻസലേഷൻ ആയിരിക്കും. അതായത് നിങ്ങളുടെ അഡ്മിഷൻ നിങ്ങൾ ക്യാൻസൽ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് നിങ്ങൾ അഡ്മിഷൻ ഒന്നും എടുത്തിട്ടില്ല എങ്കിൽ നിങ്ങൾ ആ ഒരു രീതിയിൽ ഈ ഒരു ക്യാൻസലേഷൻ എന്നുള്ളതിൽ ആ ഒരു റീസൺ കൊടുക്കാം. ഇനി അതല്ല, നിങ്ങൾ എക്സ്ട്രാ ആയിട്ട് അടച്ചത്, നിങ്ങൾ ആദ്യം നിങ്ങൾക്കൊരു സെൽഫ് ഫിനാൻസിൽ കിട്ടി 10,000 രൂപ അടച്ചു, പിന്നീട് ഗവൺമെൻറ് കോളേജിൽ DPharmന് കിട്ടി, അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം 6,500ഓളം രൂപ മാത്രം ഫീസ് വന്നു. അങ്ങനെ നിങ്ങൾ ബാക്കി ഏകദേശം 3,500ഓളം രൂപ എക്സ്ട്രാ ആയിട്ട് നിങ്ങൾ അടച്ചു പോയിട്ടുണ്ട് എങ്കിൽ ആ ഒരു പൈസ നിങ്ങൾക്ക് റീഫണ്ട് കിട്ടാനായിട്ടുള്ള റീസൺ എന്ന് പറയുന്നത് എക്സസ് റീഫണ്ട് എന്നുള്ളതാണ്. അതായത് എക്സസ് ഫീ റീഫണ്ട് എന്നുള്ളതാണ്. അതായത് എക്സസ് ഫീ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അധികമായിട്ട് അടച്ച പൈസ നിങ്ങൾക്ക് റീഫണ്ടിനായിട്ട് വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ് ആ ഒരു റീസൺ എന്ന് പറയുന്നത്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ റീസൺ കൊടുക്കുന്ന സമയത്തും കൃത്യമായിട്ട് ഓർക്കുക, നിങ്ങൾ നിലവിൽ ഏതെങ്കിലും ഗവൺമെൻറ് കോളേജിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച് അവിടേക്ക് മാറ്റം കിട്ടിയിട്ടുള്ള ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ എക്സസ് ഫീ റീഫണ്ട്, അതായത് അധികമായിട്ട് അടച്ച പൈസയായിരിക്കും റീഫണ്ടായിട്ട് കിട്ടേണ്ടത്. ഇനി അതല്ല, നിങ്ങൾ അഡ്മിഷനൊന്നും എടുത്തിട്ടില്ല, ജസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയ സമയത്ത് ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്തു, അതല്ലെങ്കിൽ കോളേജിൽ ജോയിൻ ചെയ്ത ശേഷം ആ ഒരു അഡ്മിഷൻ ക്യാൻസൽ ചെയ്ത് പിന്നീട് നിങ്ങൾക്ക് റീഫണ്ടിനായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇരിക്കുന്ന വിദ്യാർത്ഥികൾ എന്നിവർ ചെയ്യേണ്ടത് അഡ്മിഷൻ ക്യാൻസലേഷൻ എന്നുള്ള ഓപ്ഷനാണ്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ റീസൺ ഒന്നും ഇല്ല എങ്കിൽ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ആ ഒരു റീഫണ്ടിനായിട്ട് നിങ്ങൾ റിക്വസ്റ്റ് ചെയ്യുന്നത് എന്നാൽ കൃത്യമായിട്ട് അവിടെ മെൻഷൻ ചെയ്ത് കൊടുത്താൽ മതിയാകും. അപ്പോൾ ഇങ്ങനെ നൽകുന്ന ഡീറ്റെയിൽസ് ഒക്കെ കൃത്യമാണ് എന്നുള്ളത് ഉറപ്പുവരുത്തുക, ഒന്നും തെറ്റിയിട്ടില്ല എന്നുള്ളത് ഒരു 2 പ്രാവശ്യമെങ്കിലും ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് ഉറപ്പുവരുത്തുക. അതിനുശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷനിൽ തെറ്റുകളൊന്നും ഇല്ല എന്നുള്ളത് കൃത്യമായിട്ട് ഉറപ്പുവരുത്തിയ ശേഷം നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.